എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷാ ഫലം നാളെ പ്രഖ്യാപിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് SSLC റിസൾട്ട് പ്രഖ്യാപിച്ച ശേഷം പെട്ടെന്ന് റിസൾട്ട് അറിയാൻ സാധിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ഐക്കണിൽ നിങ്ങൾ സഫലം 2025 എന്ന് പറഞ്ഞുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഓപ്പൺ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും ഈ ഒരു സഫലം 2025 മൊബൈൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു SSLC പരീക്ഷാ ഫലം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ SSLC എന്നുള്ളത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അത് സെലക്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് SSLC എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു വെള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ഈ ഒരു SSLCയുടേതായിട്ട് കാണിക്കുക. അതിനുശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകുക. അപ്പോൾ SSLCയുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ ജനനത്തീയതി നൽകുക. അപ്പോൾ ഈ ജനനത്തീയതി നൽകുന്ന സമയത്ത് സാധാരണ നൽകുന്ന രീതിയിൽ തന്നെ ആദ്യം ഡേ, പിന്നീട് ഏത് മാസമാണ് ജനിച്ചത്, ഏത് ഇയറിലാണ് ജനിച്ചത് എന്നുള്ള കൃത്യമായിട്ട് നൽകിയാൽ മതി. അതുപോലെ തന്നെ സബ്മിറ്റ് ഈ ഒരു ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 4 മണിയോടെ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് നമ്മുടെ അതായത് ഈ ഒരു സംസ്ഥാനത്ത് ഏതൊക്കെ സ്കൂളുകളിലുള്ള വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, അതായത് ഏതൊക്കെ സ്കൂളുകൾ എന്നുള്ളതല്ല, ആകെ എത്ര വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾ ജയിക്കാതെ, അതായത് ഏതെങ്കിലും സബ്ജക്റ്റിന് DO EO കിട്ടി അത് കാരണം ജയിക്കാൻ സാധിക്കാതെയുണ്ട്, അതുപോലെ എത്ര വിദ്യാർത്ഥികൾക്ക് ടോട്ടൽ A+ കിട്ടിയിട്ടുണ്ട്, എത്ര വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരീക്ഷ എഴുതിയതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുള്ള സ്കൂൾ ഏതാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ A+ കിട്ടിയ സ്കൂൾ ഏതാണ്, ഏത് വിഷയത്തിനാണ് കൂടുതൽ വിദ്യാർത്ഥികൾ A+ വാങ്ങിച്ചിട്ടുള്ളത്, ഇതുപോലുള്ള വിവിധ അനാലിസിസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് അനാലിസിസ് എന്ന് പറയുമ്പോൾ വിശകലനം ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് റിസൾട്ട് അനാലിസിസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ SSLCയുടെ റിസൾട്ട് അനാലിസിസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് SSLC റിസൾട്ട് അനാലിസിസ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺലി ആഫ്റ്റർ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു SSLCയുടെ നമ്മുടെ സംസ്ഥാനത്തുള്ള വിദ്യാർത്ഥികളുടെ വിജയശതമാനം, അതുപോലെ ഓരോ ജില്ലയിലും എത്രത്തോളം വിജയശതമാനമുണ്ട്, അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ അതുപോലെ ഗവൺമെൻറ് സ്കൂളുകളിൽ എത്ര വിദ്യാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്, ഇതുപോലുള്ള വിശദമായിട്ടുള്ള വിവിധ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു SSLC റിസൾട്ട് അറിയാനായിട്ട് നിങ്ങൾ SSLCയുടെ അതായത് ഈ ഒരു സഫലം മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാവുന്നതും അതുപോലെ തന്നെ പ്രിൻറ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ഒന്നുകിൽ പ്രിൻ്റ് എടുക്കാനോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് PDF രൂപത്തിൽ സൂക്ഷിച്ച് വെക്കാനോ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫയലുകൾ ഇവിടെ ഡൗൺലോഡ്സ് എന്നുള്ളതിൽ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ആ ഒരു PDF ഫയൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.